സൂക്ഷിക്കുക, ഇതാ പുതിയ ഒരു തട്ടിപ്പ്. ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു കൊറിയർ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അതിലൊരു പാക്കറ്റാണ്. അതിലെഴുതിയിരിക്കുന്നത് കൊറിയൻ മാസ്ക് എന്നാണ്. അതാരാണ് അയച്ചിരിക്കുന്നത് എന്ന് കാണിച്ചിട്ടില്ല. അത് ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ എത്ര ഞാൻ കൊടുക്കണം? 699 രൂപ കൊടുക്കും. ഞാൻ അങ്ങനെ ഒരു കാര്യം ഓർഡർ ചെയ്താൽ എനിക്ക് യാതൊരു ഓർമ്മയുമില്ല. എനിക്കങ്ങനെ ആരും പാഴ്സൽ അയക്കാറുമില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്. അതിനകത്ത് രണ്ട് സാധ്യത. ഒന്ന്, 699 രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ച് ആൾ സ്ഥലം വിടും. ഞാൻ ഈ പൊതി അടിച്ചു വരുമ്പോഴത്തേക്ക് അദ്ദേഹം കൈയെത്താ ദൂരത്തെത്തിയിരിക്കും. ഞാൻ ഈ പൊതിയും കൊണ്ട് ഇവിടെ ഇരിക്കും. ഇതൊരു സാധ്യതയാണ്. രണ്ടാമത്തെ അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന സാധ്യതയാണ്. ഈ പാഴ്സലിനകത്ത് കൊറിയൻ മാസ്ക് ഒന്നും ആയിരിക്കില്ല. എന്തെങ്കിലും അല്പം ലഹരി മരുന്നിൻ്റെ വല്ല അംശം വല്ലതും ആയിരിക്കും. എന്നിട്ട് അത് ഉപയോഗിച്ച് ഡിജിറ്റൽ അറസ്റ്റ് പരിപാടി അവതരിപ്പിക്കാനായിരിക്കും ഇങ്ങനെ ഒരു ആരംഭം കുറിച്ചത് എന്നതാണ് എൻ്റെ മനസ്സിലുള്ള ചിന്ത. ഞാൻ ആ പാഴ്സൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ രാത്രിയിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ഫോൺ വരും. ഫോണിൽ കൂടെ എന്നെ ചോദ്യം ചെയ്യും, എന്നെ ക്രാസ് ചെയ്യും. ഇത് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നു, നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നയാളാണ് എന്ന് പറഞ്ഞ് പിന്നെ നാർക്കോട്ടിക് ബ്യൂറോയിൽ നിന്നാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ CBI നിന്നാണ് സംസാരിക്കുന്നത്, മറ്റേതാണ് മറിച്ചതാണ്, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്, എപ്പോഴും ഫോൺ ക്യാമറ ഓൺ ചെയ്തിരിക്കണം, നിങ്ങൾ എങ്ങോട്ട് പോയാലും ഞങ്ങൾക്ക് കാണണം, പിന്നെ CBI എന്ന് പറഞ്ഞ ഒരു ശബ്ദം വരും. അങ്ങനെയുള്ള പരിപാടി നിങ്ങൾക്കറിയാം. ഇത് ഇപ്പോൾ മറ്റാരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. ഇതൊരു പുതിയ തട്ടിപ്പിന്റെ ആരംഭമാണ് എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് നിർദോഷികളായ ആളുകൾ, മറ്റുള്ളവരെ വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ കൂടെ അപകടത്തിലായി പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കുറഞ്ഞ പക്ഷം ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ആളുകളെങ്കിലും ഈ കുഴിയിൽ വീഴാതിരിക്കട്ടെ എന്ന താല്പര്യത്തിലാണ് ഞാൻ ഇത് നിങ്ങളെ അറിയിക്കുന്നത്. ദയവായി, ഈ കാലത്ത് ഒത്തിരി കൂറിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കൊറിയർ എന്ന് പറഞ്ഞ് വന്നാൽ ആ പാഴ്സൽ നിങ്ങൾ നന്നേ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഓൺലൈൻ അങ്ങനെ ഒരു കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിട്ടപ്പെടുത്തുക. രണ്ടാമത്, ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സമ്മാനമായിട്ടോ അല്ലാതെയോ ഒരു പാഴ്സൽ അയക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക. മൂന്നാമതായിട്ട്, ആ പാഴ്സൽ കൈപ്പറ്റുന്നതിന് മുൻപ്, പൈസ കൊടുത്തോ അല്ലാതെയോ കൈപ്പറ്റുന്നതിന് മുൻപ് അത് നന്നേ പരിശോധിക്കുക. അത് എവിടെ നിന്നാണ് അയച്ചത്, ആരാണ് അയച്ചത്, അയച്ച ആളിൻ്റെ ഫോൺ നമ്പർ അതിലുണ്ടോ, അങ്ങനെ അയക്കാൻ വല്ല സാധ്യതയുമുണ്ടോ എന്നതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാവൂ. പ്രത്യേകിച്ച് ക്യാഷ് ഓൺ ഡെലിവറി. സാധാരണ ആരും ഗിഫ്റ്റ് ഐറ്റംസ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ അയക്കാറില്ല. എന്നാൽ പിന്നെ ആളിനോട് പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ പോരെ. സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാകും ഈ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഒരിക്കലും ഒരു ഗിഫ്റ്റ് ഐറ്റം വരത്തില്ല. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ക്യാഷ് ഓൺ ഡെലിവറി വരത്തുള്ളൂ. അപൂർവമായിട്ട് ആർക്കെങ്കിലും തെറ്റ് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ, ഗിഫ്റ്റ് ഐറ്റം ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ മോഡ് ഓഫ് പേയ്മെൻറ്റിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അങ്ങനെ അത് വളരെ 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 വിരളമാണ്. അപ്പോൾ അങ്ങനെ വരത്തില്ല എന്ന് തന്നെ തീരുമാനിക്കുന്നതാണ് ബുദ്ധി.
അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നുകിൽ നിങ്ങളുടെ പണം തട്ടുക എന്ന ചെറിയ ലക്ഷ്യം മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഡിജിറ്റൽ അറസ്റ്റിലാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചന അതിൻ്റെ പുറകിലുണ്ടാകും. അതിൽ പെട്ടുപോയാൽ വരുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്കറിയാം. അനേക ആളുകൾ ആ ദുരിതം അനുഭവിച്ചതാണ്. അത് വരാതിരിക്കട്ടെ, ആരും ഈ ചതിയിൽ പെട്ടുപോകാതിരിക്കട്ടെ എന്ന ഒരു താല്പര്യത്തിലാണ്, ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുമായി പങ്കിടുക. ആരും കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. ഏവർക്കും നന്ദി.